إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തഖ്വയുള്ള അടിമകളിൽ, സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ പ്രയാസത്തിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സമയത്ത് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശക്തമായ ചൂട്, വേനലിൻ്റെ അതികഠിനമായ പ്രതിസന്ധികൾ, അത് വലിയ രൂപത്തിൽ നമ്മെ ബാധിച്ചിട്ടുണ്ട്. വെള്ളത്തിലുള്ള പ്രയാസം സമൂഹത്തിലെ വലിയ ജനവിഭാഗങ്ങളെ വലിയ ഒരളവിൽ ബാധിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് എല്ലാ കാര്യങ്ങളെയും വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനും അതിനുള്ള പരിഹാരം അന്വേഷിക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പൊതുവിൽ ചൂടിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് നരകത്തിൽ നിന്നുള്ള അതിൻ്റെ ഒരു ഭാഗമായി ചൂടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തണുപ്പും, കൊടും തണുപ്പും, അതിനെയും സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് അത് നരകത്തിൽ നിന്നുള്ളതാണ്. രണ്ട് അറ്റങ്ങൾ നരകത്തെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കപ്പെടുന്നുണ്ട്. സൂറത്തു നബഇലെ ഒരായത്ത് നമുക്കറിയാം, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ. അവർക്കൊരു നല്ല പാനീയമോ അതല്ലെങ്കിൽ ഒരു തണുപ്പോ ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നല്ലാതെ ഇല്ല ഹമീമൻ വസാഖ. ഒന്നുകിൽ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും, അല്ലെങ്കിൽ അതിയായ തണുപ്പുള്ള വെള്ളമായിരിക്കും. രണ്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. വെള്ളം കൊണ്ട് എന്തൊരാവശ്യമാണോ ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളും അതിന് ഉപകാരപ്പെടാത്തതാണ്. നമുക്കറിയാം, ചൂട് കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുന്ന വാർത്തകൾ അപ്പൊ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും. ചൂട് കൂടി ആളുകളുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ.
സൂര്യാതപമേറ്റ് ആളുകൾ മരിച്ചു വീഴുന്ന വാർത്തകൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുക. അതിശൈത്യമുള്ള നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് തണുപ്പ് കൂടിയിട്ട് മനുഷ്യൻ മരിച്ചു പോകുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. മനുഷ്യന്റെ അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആ ഒരു മിതമായ കാലാവസ്ഥ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രമാണ് ഇത്ര കഠിനമായ ഒരു കാലാവസ്ഥയിലൂടെ ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചൂടേറിയ ദിവസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും മാസങ്ങളോളം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നുപോകരുത് എന്നാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ, ലോകത്തെ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥകളിൽ ഒന്നാണ് കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. റബ്ബിനെ നമ്മൾ മറന്നു പോകരുത് എന്നാണ് ആദ്യമേ ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ഒരു സംഗതി, എന്തുകൊണ്ടാണ് മഴ തടയപ്പെടുന്നത് അല്ലെങ്കിൽ ശക്തമായ വരൾച്ച ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രവാചകന്റെ ചില പരാമർശങ്ങളുണ്ട്. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ഒരു ആത്മവിചിന്തനം നടത്തണം. അതിൻ്റെ ഒരു സമയമാണിപ്പോൾ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് മഴ അള്ളാഹു തടയുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇത്ര ശക്തമായ വെള്ളത്തിന്റെ ദൗർലഭ്യവും വലിയ ചൂടിനെയും നമുക്ക് നേരിടേണ്ടി വരുന്നത്? അതിന് ചില പരാമർശങ്ങൾ ഹദീസുകളിൽ, അല്ലാഹുവിന്റെ കിതാബുകളിൽ, നമുക്ക് കിതാബിൽ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള പ്രയോഗങ്ങൾ ഇപ്പോ പണ്ഡിതന്മാർ അതിനെ നമുക്ക് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും, ആയത്തുകളും ഹദീസുകളും. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ആയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? വലൗ അന്ന അഹ്ലൽ ഖുറ, ഒരു നാട്ടുകാരായിരുന്നാൽ, ആമനു, അവർ വിശ്വസിക്കുന്നു, നല്ല ശരിയായ ഈമാനാണ്, നല്ല തൗഹീദാണ്, വത്തഖൗ, അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു, അഥവാ വിശ്വാസമുണ്ട്, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട് എന്നാൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, ആകാശത്തു നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവർക്കുമെല്ലാം തുറന്നു കൊടുക്കുന്ന, റബ്ബിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, പടച്ചോനെ പേടിച്ച് നല്ല വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരുടെ മേൽ അല്ലാഹു ആ ബറക്കത്ത് ചൊരിയും. വലാകിൻ കദ്ദബു, എന്നാൽ അവർ അവിശ്വസിച്ചു, അവർ കളവാക്കി, അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അപ്പോൾ നാം അവരെ പിടികൂടുകയാണ് ഉണ്ടായത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരായത്താണ് എന്താ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇഹലോകത്ത് കരയിലും കടലിലും വെള്ളത്തിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് അള്ളാഹു പഠിപ്പിക്കാൻ. ബിമാ കസബത് ഐദിൻ നാസ്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ആയത്തുകൾ ഓതിയിട്ട് മല ഇടിച്ചത് കൊണ്ട് ഭൂകമ്പം ഉണ്ടാകുന്നത് പാടില്ലെന്നാണ് ഈ ആയത്ത് പറയുന്നത്. പ്രകൃതി നശിപ്പിച്ചത് കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നു, അതിനെതിരാണ് ഈ ആയത്ത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. മനുഷ്യനൊരിക്കലും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല, ഇത് തർക്കമുള്ള കാര്യമല്ല. എല്ലാം മിതമായി ഉപയോഗിക്കാനുള്ളത് പടച്ചോനെ തന്നിട്ടുണ്ട്, മിതമായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ ഈ ആയത്ത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ശിർക്ക് വർദ്ധിക്കുമ്പോ, തിന്മ വർദ്ധിക്കുമ്പോ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും കുഴപ്പമുണ്ടാകും, അതികഠിനമായ പരീക്ഷണങ്ങൾക്ക് മനുഷ്യൻ വിധേയനാകും. ആരാധനകൾ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ശക്തമായ പരീക്ഷണങ്ങൾക്ക് മനുഷ്യൻ വിധേയമായി പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു ഹദീസ് കാണാം. അഖ്ബല അലൈനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഫഖാൽ, ഇതിന്റെ പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഏ മുഹാജിറുകളെ, ഖംസൻ യബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ, 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിച്ചാൽ, ആ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, പറയാണ് വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുൻ,
അത് ആ 5 കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഞാൻ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ്. എന്നിട്ടോ പ്രവാചകൻ അത് വിശദീകരിക്കുന്നു. ലം തൽഹറിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫശാഖിഹിം തവഅതാഉൻ വൽഔജാഉ അല്ലതി ലം തഖും മളത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. നിങ്ങൾക്കിടയിൽ ഫാഹിശത്ത് വ്യാപകമായാൽ, വ്യഭിചാരം വ്യാപിച്ചാൽ, വൃത്തികേട് വ്യാപിച്ചാൽ നിങ്ങളെ താഴവും ബാധിക്കും, പകർച്ചവ്യാധികൾ നിങ്ങളെ ബാധിക്കും. വല്ലൗജാഅ് പട്ടിണി നിങ്ങളെ പിടികൂടും. അല്ലതീലം തക്കും അല്ലദീന മളൗ മുൻകഴിഞ്ഞു പോയ നിങ്ങളുടെ മുൻഗാമികൾക്ക് ബാധിച്ചിട്ടില്ലാത്ത അത്ര ശക്തമായ വിശപ്പിന്റെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്താ കാരണം? തിന്മ വർദ്ധിച്ചാൽ, വ്യഭിചാരം കൂടിയാൽ, അല്ലെ? വ്യഭിചാരത്തിന്റെ പഴയ കാലത്തില്ലാത്ത പുതിയ രൂപങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന, അതിനെയൊക്കെ ഹലാലാക്കുന്ന, അതൊക്കെ പുരോഗമനത്തിന്റെ മാനദണ്ഡങ്ങളായി വിശദീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീയും വിവാഹം കഴിക്കുകയാണ്, പുരുഷനും വിവാഹം കഴിക്കുകയാണ്. പലതരത്തിലുള്ള ജെൻഡർ ഐഡന്റിറ്റികളെ കുറിച്ചും സെക്ഷൽ ഐഡന്റിറ്റികളെ സംബന്ധിച്ചും ഒക്കെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും മാത്രമായി ജീവിക്കുന്നത് പോലെ അതല്ലാതെ മനുഷ്യരല്ലാത്ത മൃഗങ്ങളോടൊപ്പം രതിയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി വാദിക്കുകയും അത് മനുഷ്യന്റെ സ്വാഭാവികതയിൽപ്പെട്ടതാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, എങ്ങനെയാണ് പട്ടിണി നമ്മളെ കൈവിട്ടു പോവുക? എങ്ങനെയാണ് കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുക? അത്രമേൽ വൃത്തികെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വഴിമാറിപ്പോയിട്ടുണ്ട്. അടുത്ത വാചകം എന്താണ്? ഒന്ന്, വ്യഭിചാരം വർദ്ധിച്ചാൽ, ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ പെരുകിയാൽ, വൃത്തികെട്ട ജീവിതം വ്യാപകമായാൽ അവർക്ക് പട്ടിണിയുണ്ടാകും, അവർക്ക് പകർച്ചവ്യാധി ഉണ്ടാകും. രണ്ടാമത് പ്രവാചകൻ പറയുകയാണ്, ആളുകൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ. നമ്മൾ കൂടുതൽ കച്ചവടക്കാരാണ് ഉള്ളത്. ഒരു ടൗണിൽ, എല്ലാ ടൗണിലും പള്ളികൾ അങ്ങനെയാണ്. നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാവരും പ്രശ്നക്കാരാണെന്നല്ല, പക്ഷെ നമ്മൾ ശ്രദ്ധ പാലിക്കേണ്ട ഒരു മേഖലയാണ്. അളവിലും തൂക്കത്തിലും ഏതെങ്കിലും തരത്തിലുള്ള കുറവ് വരുത്തിയാൽ വരൾച്ച കൊണ്ട് അവർ പിടിക്കപ്പെടും. അതികഠിനമായ ക്ഷാമം കൊണ്ട് അവർ പിടിക്കപ്പെടും. അവർക്ക് മേൽ മോശക്കാരായ ആളുകൾ ഭരണാധികാരികളായി വരും. വളരെ സന്ദർഭോചിതമായ ഈ സാഹചര്യത്തോട് ഏറ്റവും അധികം യോജിക്കുന്ന ഒരു വാചകമാണ് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് മേൽ വരുന്ന അധികാരികൾ അവരോട് കരുണ കാണിക്കാത്തവരായിരിക്കും, ക്രൂരത കാണിക്കുന്നവരായിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറഞ്ഞത്? സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, സക്കാത്ത് നൽകാൻ ഒരു സമൂഹം മടി കാണിച്ചാൽ അവർക്ക് മഴ തടയപ്പെടും. സക്കാത്ത് കൊടുക്കാത്ത സമൂഹത്തിന് അള്ളാഹു മഴ നൽകുകയില്ല. നാട്ടിലെ നാൽക്കാലികളില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അള്ളാഹു തരൂല. നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സക്കാത്ത് നമ്മൾ നൽകിയിട്ടുണ്ടോ? നമ്മുടെ കച്ചവടം റമദാൻ സക്കാത്തിന്റെ കാലമായി കിടക്കൂട്ടുകയാണ്. നമ്മൾ ഒരു വർഷത്തെ സ്റ്റോക്ക് നമ്മൾ എടുത്തു നോക്കിയോ? എത്ര ഉണ്ടെന്ന്? ബാങ്കിൽ എത്ര സക്കാത്തിലൂടെയുള്ള വരുമാനം വന്നിട്ടുണ്ടെന്ന് അതിന്റെ 2.5% കണക്ക് നോക്കി നമ്മൾ കൊടുത്തോ? വീട്ടിൽ വരുന്ന പാവപ്പെട്ടവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കുന്ന 10 രൂപയല്ല സക്കാത്ത്. ചോദിച്ചു വരുന്നവന്റെ കയ്യിൽ കൊടുക്കുന്ന എന്തെങ്കിലും കൊടുക്കുന്നതല്ല സക്കാത്ത്. പാവപ്പെട്ടവന് കൊടുക്കുന്ന സക്കാത്താവും. അത് കണക്ക് നോക്കി, അതിന്റെ അളവ് നോക്കി കൊടുക്കണം, അല്ലേ? ബിൽഡിങ്ങുകള് റെന്റിന് കൊടുക്കുന്ന ആളുകളുണ്ടാകും. ഒരു കൊല്ലം എത്ര വരുമാനമുണ്ടായി, വാടക ഇനത്തിൽ എത്ര കിട്ടി നോക്കി നമ്മൾ. ശമ്പളക്കാരുണ്ടാകും, ഒരു വർഷത്തെ വരുമാനം എത്രയെന്ന് നോക്കി നമ്മൾ. അടിസ്ഥാന ചെലവ് വെച്ച് 2.5% സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ നമ്മൾ? കർഷകരുണ്ടാകും, വിളവെടുക്കുമ്പോ ഒരു വിളവിലല്ല, മറിച്ച്
ഒരു വർഷത്തെ വിളവ്, ഒരു വർഷത്തെ ആകെ വിളവ്. ഒരു പക്ഷേ നെൽകർഷകനാണെങ്കിൽ 2 തവണയ്ക്ക് വിളവെടുക്കുന്നുണ്ടാവും ചിലപ്പോ. അത് ഏകദേശം 6 ക്വിന്റലിലധികം വരുന്ന അരിയുടെ അതിന് സമാനമായ വിലക്ക് നല്ലോ അല്ലാത്തതോ ആയിട്ടുള്ള കൃഷി. പിന്നെ സാധാരണഗതി നമ്മുടെ നാട്ടിൽ നെല്ലാണ് കാര്യമായ അങ്ങനത്തെ കൃഷിയുള്ളത്. അതിന്റെ സക്കാത്ത് 10% നമ്മൾ നൽകിയിട്ടുണ്ടോ? അവിടെ പരിശോധിക്കണം. നമ്മൾ സക്കാത്ത് നൽകാൻ വിസമ്മതിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ അല്ലാഹു മഴ തടഞ്ഞു വെക്കുമെന്നാണ്. അല്ലാഹു പറഞ്ഞ അല്ലാഹുവിനോടുള്ള കരാർ ലംഘിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള കരാർ ലംഘിച്ചാൽ അവർക്കുമേൽ അല്ലാഹു അവരുടെ ശത്രുക്കളിൽ നിന്ന് ഭരണാധികാരികളെ കൊണ്ടുവരുന്ന. മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറയാം. മുസ്ലിങ്ങൾ റബ്ബിനോടുള്ള കരാർ ലംഘിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള കരാർ ലംഘിച്ചാൽ എന്താ സംഭവിക്കുക? ശത്രുക്കളെ ഭരണാധികാരികളായി അല്ലാഹു കൊണ്ടുവരും. നമ്മൾ സുഹൃത്തുക്കളെ, ജീവിതത്തിലെ തിന്മകൾ അല്ലാഹുവിനോടുള്ള കരാറുകൾ ലംഘിക്കുമ്പോ, സക്കാത്ത് വിസമ്മതിക്കുമ്പോ, ലൈംഗിക വൃത്തികേടുകൾ സമൂഹത്തിൽ പെരുകുമ്പോ, സ്വാഭാവികമായും കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുമ്പോ മഴ തടയപ്പെടാനും അതിശക്തമായ വരൾച്ചയും ക്ഷാമവും ഒരു മനുഷ്യനെ നേരിടാനും അത് കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിശക്തമായ ചൂടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഒരാത്മവിചാരണയുടെ സമയമാണിത്. എന്റെ ജീവിതം എങ്ങനെയാണ്? എന്റെ തെറ്റുകൊണ്ടാണോ ഞാൻ ശിക്ഷിക്കപ്പെടുന്നത്? എന്റെ കുറ്റം കൊണ്ടാണോ ഞാനൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നത്? എന്റെ ഭാഗത്ത് നിന്ന് റബ്ബിനോട് കാണിച്ച അതിക്രമം കൊണ്ടാണോ ഞാൻ ഈ സമൂഹം ഈ കടുത്ത പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവപൂർവം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ സുഹൃത്തുക്കളെ, എന്താണ് പരിഹാരം? പരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താണ് പരിഹാരം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഴ ലഭിക്കാനുള്ള പരിഹാരം എന്താണ്? മഴ കിട്ടാനുള്ള പരിഹാരം എന്താണ്? പല വഴികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗബയും ഇസ്തിഗ്ഫാറുമാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാചകങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി തന്റെ ജനതയെ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവർ വിസമ്മതിച്ചു. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചു. 950 വർഷക്കാലം നൂഹ് നബിയുടെ പ്രബോധനം നീണ്ടുനിന്നു. ആ സമൂഹത്തോട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകം എന്താ? വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, അല്ലാഹുവിനോട് പൊറുത്തു തരണേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ജുമുഅ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ആശറ കഴിഞ്ഞാൽ, ഇന്നത്തെ ഇശാ കഴിഞ്ഞാൽ, മഗ്‌രിബ് കഴിഞ്ഞാൽ, ഇന്നത്തെ പ്രദോഷത്തിൽ അദ്കാറുകളുടെ സമയത്ത്, ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ്, നാളെ പുലർച്ചെ നേരത്തെ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് അവർ പിന്നെ പുലർച്ചെ സമയത്ത്, സുബഹിന് മുമ്പുള്ള സമയത്ത് അല്ലാഹുവിലേക്ക് നിരന്തരമായി വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇസ്തിഗ്ഫാറുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നവരാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നാവർത്തിച്ച് പറയുന്നവരാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ, ഇന്നി അതൂബു ഇലൈഹി തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഇന്നി അതൂബു ഫിൽ യൗമി 70 മറ. ഞാൻ ഒരു ദിവസം 70 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. കുറ്റങ്ങൾ ഏറ്റുപറയേണ്ട സമയമാണ്. ശക്തമായ ചൂടനുഭവിക്കുമ്പോ എന്തിനെ കുറിച്ചൊക്കെ നമ്മൾ പരിഭവങ്ങൾ പറയാറുണ്ട്, ആരോടൊക്കെ നമ്മൾ പരാതികൾ പങ്കുവെക്കാറുണ്ട്. അല്ലാഹുവിനോട് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥന ഉയർന്നോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നൂഹ് നബി പറഞ്ഞ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറുകൾ ഉയർത്തണം, അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. മാത്രമല്ല, ഇസ്തിഗ്ഫാർ അല്ലാഹുവിലേക്ക് ആവർത്തിച്ചാൽ
പാപങ്ങൾ പൊറുത്തു കിട്ടുക മാത്രമാണോ സംഭവിക്കുക? അല്ല, പിന്നെയോ ആകാശത്ത് അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വെള്ളത്തെക്കുറിച്ചല്ലേ നമുക്ക് പരാതി, മഴ കിട്ടാത്തതിനെ സംബന്ധിച്ചല്ലേ നമുക്ക് പരാതിയുള്ളത്. അതോ എന്ത് വേണം? ഇസ്തിഗ്ഫാർ വർദ്ധിക്കുമ്പോ അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. അവൻ നിങ്ങൾക്ക് ധാരാളമായി സമ്പത്ത് നൽകും, അവൻ നിങ്ങൾക്ക് ധാരാളമായി സന്താനങ്ങൾ നൽകും. നിങ്ങളുടെ പുഴകൾ നിറഞ്ഞൊഴുകും, നിങ്ങളുടെ കൃഷിയിടങ്ങൾ അവൻ നിങ്ങൾക്കുണ്ടാക്കിത്തരും. സുഭിക്ഷമായ ഒരു നല്ല കാലം അല്ലാഹു നൽകും, വെള്ളം കൊണ്ട് സമൃദ്ധമായ ഒരവസ്ഥാവിശേഷം അല്ലാഹു നൽകും, സന്താനങ്ങളെ തരും, സമ്പത്ത് നൽകും. എന്ത് വേണം? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. നിരന്തരമായി റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിന്റെ കരങ്ങൾ ഉയരണം. സൂറത്ത് ഹൂദിലെ 52-ാമത്തെ ആയത്ത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? ഹൂദ് നബിയുടെ വാചകങ്ങളായി പറയുന്നത് ഈ സമൂഹമേ, നൂഹ് നബി മാത്രമല്ല ഹൂദ് അലൈഹി ഇസ്ലാം പറയുന്ന വാചകങ്ങളാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തണം. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് വണങ്ങണം. അവൻ നിങ്ങൾക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. അവൻ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു തരും. ശക്തിക്കുമേൽ ശക്തി അവൻ നിങ്ങൾക്ക് അധികമായി നൽകും. നിങ്ങൾ കുറ്റവാളികളായി പുറംതിരിഞ്ഞു പോകരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. തെറ്റ് വർദ്ധിക്കുമ്പോ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോ, സക്കാത്തിന് നമ്മൾ വിസമ്മതിക്കുമ്പോ, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുമ്പോ, ദുനൂബുകൾ, പാപങ്ങൾ, തിന്മകൾ വർദ്ധിക്കുമ്പോ അല്ലാഹു നമ്മളൊരു പിടുത്തം പിടിക്കും. ആ പിടുത്തമാണോ ഇത്? നമ്മൾ ഭയപ്പെടണം. തെറ്റുകൾ തിരുത്തി കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടു. പ്രവാചകന്റെ അടുത്തേക്ക് സ്വഹാബത്ത് കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാൻ, പ്രവാചകരെ ഞങ്ങൾക്ക് മഴയില്ല, പ്രാർത്ഥിക്കണം. ഖുത്ബ നടന്നുകൊണ്ടിരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ സംസാരിക്കാൻ ഖുത്ബയ്ക്കിടയിൽ നബിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ കാര്യങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ. അന്ന് ആ പള്ളിയിൽ നിന്ന് ആളുകൾ പിരിഞ്ഞുപോയി. മഴ പെയ്തു, അതിശക്തമായ മഴ പെയ്തു. ആളുകൾ അടുത്ത ആഴ്ച വീണ്ടും പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ മഴ കൂടുതലാണ്, മതി, ഇനി മഴ പെയ്താൽ പ്രളയമുണ്ടാകും, ഞങ്ങൾക്ക് ജീവിതം പ്രയാസകരമാകും. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റും നീ മഴ നൽകണമേ, ഞങ്ങൾക്ക് മതി. മഴ വേണ്ടാന്ന് റസൂൽ പ്രാർത്ഥിച്ചില്ല, മഴ നിർത്തണമെന്ന് റസൂൽ പ്രാർത്ഥിച്ചില്ല. അല്ലാഹുവേ ഞങ്ങളുടെ ചുറ്റുമുള്ള നാടുകൾക്ക് നീ മഴ നൽകണമേ, ഞങ്ങൾക്ക് മഴ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴക്കാമലക്ക് പ്രാർത്ഥിക്കുകയും അതോടുകൂടി ആ മഴ നിൽക്കുകയും ചെയ്തു എന്ന് പ്രവാചകന്റെ ചരിത്രത്തെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ തൗബ വർദ്ധിപ്പിക്കണം. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ ചെയ്യണം, ജീവിതത്തിൽ ഇഹ്സാൻ ഉണ്ടാകണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ, തഖ്വയോട് കൂടിയുള്ള ജീവിതം. ഇഹ്സാൻ എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് ചോദിച്ചു, കഅന്നക പിന്നെ തഅബുദല്ലാഹ കഅന്നക തറാ ഇല്ലം തകുൻ തറാഹു ഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ്. നിസ്കരിക്കുമ്പോ പടച്ചവന്റെ മുന്നിലുണ്ട്, റബ്ബിനെ കാണുന്നു. പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുവിനെ കാണുന്നത് പോലെ, ഖുർആൻ ഓതുമ്പോൾ പടച്ചവനെ ഞാൻ കൺമുന്നിൽ കാണുന്നത് പോലെ ഇബാദത്തുകൾ നിർവഹിക്കലാണ്. ഇല്ലം തകുൻ തറാഹു ഇന്നഹു യറാക. നമ്മൾ അല്ലാഹുവിനെ കാണുന്നെങ്കിലും അല്ലാഹു നമ്മളെ കാണും. ആണ് ഇഹ്സാൻ. റബ്ബിനെ കൺമുന്നിൽ കാണുന്നവനെ പോലെ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ജീവിക്കലാണ്. എന്നാൽ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ.
അങ്ങനെ ഇഹ്സാൻ ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട്, റബ്ബിന്റെ കാരുണ്യമുണ്ട്. നമ്മൾ അതിപ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകും. ആ നിലക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഒരു ലിവർ പേഷ്യൻ്റായിട്ടുള്ള ഒരു രോഗി, ഒരു സഹോദരി പുറത്ത് നമ്മളോട് സഹായം ആവശ്യപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരു അർഹമായ സഹായം അർഹിക്കുന്ന ഒരാളാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തത്, വേനൽക്കാലത്ത് കൗമാരപ്രായത്തിലെ കുട്ടികൾക്ക് വേണ്ടി, ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മറൈസ് മോറൽ സ്കൂൾ കരിങ്ങനാട് സലഫ് സാലിഹ് സെന്ററിൽ 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നടക്കുന്നുണ്ട്. രാവിലെ 9 മണിക്കാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഉണ്ടാവുക. നമ്മുടെ കുട്ടികളെ എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കാൻ, കുട്ടികൾക്ക്, കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ദീന് കിട്ടേണ്ടതിൻ്റെ ആവശ്യകത പ്രത്യേകം പറയേണ്ടതില്ല. എല്ലാവരും അതിലൊന്ന് ശ്രദ്ധ കൊടുക്കണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്ന് ഓർമ്മപ്പെടുത്താൻ. മൂന്നാമത്തെ ഒരു സംഗതി, നമ്മുടെ ഹൗളും ബാത്റൂം അങ്ങനത്തെ സംവിധാനങ്ങൾ ഒന്നുകൂടെ ശരിയാക്കിയെടുക്കുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും അതൊന്ന്, എല്ലാവരുടെയും ശ്രദ്ധയിൽ അതൊന്നും ഉണ്ടാവണം. ഒരു 2, 3, 4 ഒക്കെ മാസങ്ങളെടുത്ത് പല തവണകളായി കൊടുക്കാമെന്ന നിയ്യത്തോടു കൂടി നമ്മളുടെ എല്ലാവരുടെയും ഒരു നല്ല ഒരു വിഹിതം അതിലേക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബാത്റൂം കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരു മാറ്റത്തിന് സമയമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് നമുക്കൊന്ന് പരിഹരിക്കണം. അള്ളാഹിൻ്റെ വീടാണ്, നമ്മളാണ് പരിഹരിക്കേണ്ടത്. ഒന്ന് എൻ്റെ ഒരു പരലോകത്തേക്കുള്ള ഒരു അസറ്റ് എന്ന ഒരു മനസ്സോടുകൂടി അതിലൊന്ന് ശ്രദ്ധ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മൾ ചൂടും വേനലും അതിൻ്റെ ശക്തിയും മഴയുടെ അപര്യാപ്തതയും മഴ ലഭിക്കാതിരിക്കുന്നതിനെയും ഒക്കെ സംബന്ധിച്ച് പ്രയാസപ്പെടുമ്പോൾ, അതിൻ്റെ ശക്തമായ സാഹചര്യങ്ങളിലൂടെ, കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ സമയത്ത് നമ്മൾ ശരിക്ക് ഇതിനേക്കാൾ ചൂടേറിയ ചില സന്ദർഭങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മുടെ ചിന്തയിൽ കടന്നു വരണം. അതൊന്ന് പരലോകമാണ്, പരലോകത്ത് മഹ്ശറാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭവും സാഹചര്യവുമാണ്. തുദ്ന ശംസ് യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ് ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീലിൻ. 1 മൈൽ അടുത്തേക്ക് സൂര്യൻ എത്തുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. സൂര്യനിൽ നിന്ന് ഇപ്പോൾ ഒരു സെക്കൻഡിൽ പ്രകാശം എത്ര വേഗതയിൽ സഞ്ചരിക്കും നമുക്കറിയാം. അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന വെളിച്ചം സൂര്യനിൽ നിന്ന് ഇപ്പൊ ഭൂമിയിലെത്തണമെങ്കിൽ 8 മിനിറ്റിലധികം എടുക്കും. അത്ര ദൂരത്താണ്. അത് വളരെ അടുത്തെത്തി ഭൂമിയിലേക്ക് 70 മുഴം ആഴത്തിലേക്ക് മനുഷ്യന്റെ വിയർപ്പൊഴുകിപ്പോകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച്, പരലോകം മനുഷ്യനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ അവസ്ഥയെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം. കറണ്ടില്ലാത്തൊരു സമയത്ത് ഒരു ഫാനെങ്കിലും നമുക്ക് മുകളിൽ ആശ്വാസത്തിന് ഇവിടെ ഉണ്ട്. കറണ്ട് ഉണ്ടെങ്കിൽ നമ്മളിവിടെ എ സിയിലായിരിക്കും, ഈ ചൂടൊന്നും നമ്മളറിയില്ല. തണുപ്പിക്കാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. പലരും കുളിക്കുക ഒരു ദിവസം 4-5 ഒക്കെ തവണ. എന്താ കാരണം? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ആളുകൾ വീടുകളിലെല്ലാം എ സി വെക്കുകയാണ്. എന്താ കാരണം? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. പരലോകത്തെ ചൂടിനെ ശമിപ്പിക്കാൻ ഒരു ഉപകരണവും നമ്മുടെ കയ്യിലില്ല, ഒരായുധവും ഒരു സംവിധാനവും നമ്മുടെ കയ്യിലില്ല, അള്ളാഹുവിൻ്റെ തണലല്ലാതെ.
അള്ളാഹിന്റെ തണലല്ലാത്ത ഒരു തണലും കിട്ടാത്ത ഒരു ദിവസമാണ് പരലോകം. അവിടെ പടച്ചോൻ തണൽ നൽകുന്നത് 7 വിഭാഗം ആളുകളെ പ്രത്യേകം എണ്ണി പറഞ്ഞു. വേറെ ചില ആളുകളെ കുറിച്ച്, ഒരു മനുഷ്യൻ അവന്റെ സ്വതക്കയുടെ തണലിലായിരിക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന ആളുകൾ, അവർക്ക് പരലോകത്ത് അള്ളാഹു സദഖയുടെ തണൽ കൊടുക്കുന്ന. അതല്ലാത്ത, അങ്ങനെ പ്രത്യേകമായി എണ്ണി പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അതല്ലാത്ത ആളുകളെല്ലാം പ്രയാസത്തിലായിരിക്കും. നമ്മൾ ഇവിടെ കഠിനമായ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ചൂടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നരകത്തിലെ തീരെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നാറുക്കും ഹാദിഹില്ലതി യുഖിദു ഇബ്നു ആദം ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. ആദമിന്റെ മക്കൾ അഥവാ മനുഷ്യകുലം കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ തീയുണ്ടല്ലോ, ആ തീ നരകത്തിലെ തീയിനെ 70 ഭാഗമാക്കി അതിലെ ഒരു ഭാഗമാണ്. സ്വഹാബത്ത് പ്രവാചകനോട് വളരെ വിഷമത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഖാലു വല്ലാഹി ഇൻ കാനത ലകാഫിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവാണേ സത്യം, പ്രവാചകരെ ഇതുപോലെ മനുഷ്യനെ ശിക്ഷിക്കാൻ, ഇവിടെ ഇതുപോലെ ഈ തീ പോലെ മനുഷ്യനെ ശിക്ഷിക്കാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫഇന്നഹാ ഹുമിലത് അലൈഹാ ബിതിസ്അതിൻ ജുസ്അൻ കുല്ലുഹാ മിസ്ലു ഹർരിഹാ. ഇവിടെ നമ്മുടെ കൈവശമുള്ള തീ അതിന്റെ അതേ ചൂടുള്ള 69 കൂടി ചേർന്നതാണ് നരകത്തിലെ അഗ്നി, നരകത്തിലെ അവിടുത്തെ വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണെന്ന് പഠിപ്പിക്കപ്പെട്ട നരകത്തിന്റെ അഗ്നിയുടെ തീയുടെ ചൂട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തീയും അതിന് അതേപോലെ 69 കൂടിച്ചേർന്ന് അഥവാ 70 ഇരട്ടി ചൂടാണ് അവിടെ. ഇവിടെ ഒരു ചൂടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വലിയ പരലോകത്തെ ശിക്ഷകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ ഒരു പ്രയാസകരമായ അവസ്ഥയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗത്തിന് വളരെ വേഗത്തിലുള്ള ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായി ആരോഗ്യപരമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. മഴ കിട്ടാതെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെടുകയാണ്. അള്ളാഹു വളരെ വേഗത്തിൽ മഴ നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയുടെ ശക്തമായ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് വേഗത്തിൽ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا مريئا نافعا. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.